അതിപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന ഭരണകക്ഷിയായാലും ഇവിടെ ഇരിക്കുന്ന ഭരണകക്ഷികളായാലും ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളായാലും അവർ നോക്കുന്ന നെക്സ്റ്റ് ഇലക്ഷൻ തങ്ങളുടെ കയ്യിലൂടെ ഇപ്പൊ രാജ്യമൊക്കെ ഇങ്ങനെയൊക്കെ പോകും. ഈ പറയുന്ന ജാതി മതമൊക്കെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആണ്. പിന്നെ നമ്മളെന്തിനാണ് ഇതിനകത്തൊന്നും ഇടപെടാതെ ഇതിനകത്ത് ഏതെങ്കിലും ഓരോ വിഭാഗത്തെ എരിവ് കയറ്റിയും പ്രീണിപ്പിച്ചും പ്രകോപിപ്പിച്ചും തങ്ങളുടെ നേട്ടങ്ങൾ നടത്തുക എന്നുള്ളതാണ് പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യുന്നത്. അവർക്ക് അല്ലാതെ പൊതുവെ സമൂഹത്തെ ഉദ്ധരിക്കുക, പുരോഗമനമായ ദിശയിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുക, അങ്ങനെ ഒരു യാതൊരു ലക്ഷ്യമില്ല. ബട്ട് ദേ വാണ്ടഡ് ടു മേക്ക് ആൻ ഇംപ്രഷൻ ഓർ ടു ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് എന്താണ് എ സെംബ്ലൻസ് ഓഫ് അസിസ്റ്റൻസ്, അല്ലെ, സഹായിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളത് അതാണല്ലോ ഒരു സില്ലിംഗ് പ്രൊപ്പഗാൻഡയാണ്. ഇപ്പൊ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് ഉള്ള കൂട്ടിയിടിയിൽ 10 പേർ മരിച്ചു. അത് നമ്മൾ സന്ദേശ സിനിമ പലരും പറയേണ്ടത് സന്ദേശ സിനിമ വളരെ മോശമാണ്, അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ചില ബുദ്ധിജീവികളൊക്കെ സംസാരിക്കുന്ന കേട്ടു. അയ്യോ, നമ്മളുടെ രാഷ്ട്രീയം അവിടെ നിന്ന് ഒട്ടും മുന്നോട്ട് പോയിട്ടില്ലെന്ന് മാത്രമല്ല അതിനേക്കാൾ മോശമാണ്. കേരളം സന്ദേശം സിനിമയിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ലെന്നല്ല, യഥാർത്ഥത്തിൽ പിന്നോട്ടാണ് പോയിട്ടുള്ളത്. അത്ര പോലും ആയിട്ടില്ല. അവിടെ കുറച്ചുകൂടി ഇതില്ലേ,